إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 97-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം ഫീഹി ആയാത്തുൻ ബയ്യിനാത്ത് ഫീഹി അതിൽ ആ മക്കയിൽ ആ മസ്ജിദുൽ ഹറാമിൽ നോക്കൂ നിങ്ങൾ അല്ലാഹു പറയുന്നു ആയാത്തുൻ ബയ്യിനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താണ് ആ വ്യക്തമായ ദൃഷ്ടാന്തം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലം നോക്കൂ. കഅബത്തിന്റെ പുനർനിർമ്മാണ വേളയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കല്ല് കൊണ്ടുവന്ന് ആ കല്ലിന്മേൽ കയറി നിന്നുകൊണ്ടായിരുന്നു കഅബത്തിന്റെ കല്ലൊക്കെ ഒന്നൊന്നായി പടുത്തുയർത്തിയത്. അതിനെക്കുറിച്ചാണ് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചന നൽകുന്നത്. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ആ കഅബയുടെ പരിസരത്തുണ്ട്. മഖാമു ഇബ്രാഹിം അതിൽപ്പെട്ടതാകുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലം. അതുപോലെ കഅബയുടെ അടുത്ത് തന്നെയുള്ള സംസം കിണറും അതുപോലെ സഫ മർവയും ഒക്കെ അല്ലാഹുവിന്റെ ആ നോക്കൂ വ്യക്തമായ അല്ലാഹുവിന്റെ ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. വമൻ ദഖലഹു അവിടെ പ്രവേശിക്കുന്നുവോ കാന ആമിനൻ അവൻ നിർഭയനായിരിക്കുകയാണ്. നോക്കൂ, ഹറം പരിസരത്തേക്ക് ആര് അവിടെ കടന്നു വരുന്നതായാലും അവൻ നിർഭയനാകുന്നതാണ്. കാരണം ഒരിക്കലും അവിടെ വേട്ട അനുവദിക്കപ്പെട്ടിട്ടില്ല, അക്രമം അനുവദിക്കപ്പെട്ടിട്ടില്ല, ഒരു സസ്യ ലതാദികൾ പോലും നശിപ്പിക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ നിയമം. വലില്ലാഹി അലന്നാസ്, വലില്ലാഹി അല്ലാഹുവിനുണ്ട് അലന്നാസി ജനങ്ങളുടെ മേൽ ഹിജ്ജുൽ ബൈത്ത് ആ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കൽ ജനങ്ങളുടെ ഒരു ബാധ്യതയാകുന്നു. ആർക്കാണ് ആ ബാധ്യതയുള്ളത് എന്നുള്ള പറയുന്നു. മനിസ്തതാഇലി സബീല, അതിലേക്ക് കഴിവുള്ളവൻ, സബീലൻ മാർഗം കൊണ്ട് അതിലേക്ക് കഴിവുള്ളവൻ എന്ന് പറഞ്ഞാൽ ധനം കൊണ്ടും തടി കൊണ്ടും കഴിവുള്ളവൻ ആ ഭവനത്തിലേക്ക് ചെന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കണം എന്നാണ്. അതവരുടെ നിർബന്ധ കടമയാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. വമൻ കഫറ, ഇനി ആരെങ്കിലും അവിശ്വസിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ ഈ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ അപ്പോൾ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖനിയ്യുൻ അനിൽ ആലമീൻ ഈ ലോകർക്ക് മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖനിയാണ്, അതായത് സമ്പന്നനാകുന്നു, നിരാശ്രയനാകുന്നു, ആരെയും ആശ്രയിക്കാതെ തന്നെ സ്വയം നിലനിൽക്കുന്ന സമ്പന്നനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുക്കാരുടെയും ആശ്രയം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ, നമുക്ക് രക്ഷ പ്രാപിക്കാൻ, നമുക്ക് പരലോകമോക്ഷം ലഭിക്കാൻ നാം അല്ലാഹുവിന്റെ ഭവനത്തിങ്കൽ ചെന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കണം എന്നുള്ള കൽപ്പനയാണ് നമുക്ക് നൽകുന്ന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.